വധശിക്ഷ നടപ്പാക്കാനുള്ള സന്ദേശം ജയിലിൽ ലഭിച്ചെന്ന് നിമിഷപ്രിയ. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ സന്ദേശം 24-ന് ലഭിച്ചു. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനാണ് നിമിഷപ്രിയ സന്ദേശം അയച്ചത്. ഇവിടുത്തെ ഒരു ലോയർ സ്ത്രീ, വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ അവരുമായിട്ട് അവരെന്നെ ഫോണിൽ ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? എന്താണ്, എല്ലാവരും ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഭയങ്കര വിഷമത്തോടെ ഇവിടെ കാര്യങ്ങളൊക്കെ, എന്താണ് കാര്യം, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? വിനീത വിജയ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, ഇപ്പോൾ ഈ സന്ദേശത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ആശങ്കയുടെ ഒരു സന്ദേശമാണ്. അതിനപ്പുറത്തേക്ക് ഈ വന്ന ഫോണുമായി ബന്ധപ്പെട്ടതിന്റെ ആധികാരികത സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഒരു വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായി അവിടെയുള്ള ഭരണ സംവിധാനം അതാത് വ്യക്തികളെ കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ഈ അഭിഭാഷക ആരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹൈൽ, ഓഡിയോ സന്ദേശത്തിൽ തന്നെ നിമിഷപ്രിയ അവരുടെ ആശങ്ക വളരെ വ്യക്തമായി തന്നെ അവർ അതിൽ പറയുന്നുണ്ട്. ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് അവർ അയച്ച ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിൽ ഏറ്റവും അവർ പ്രധാനമായും പറയുന്നത്, കഴിഞ്ഞ ദിവസം തനിക്കൊരു ഫോൺ കോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തടവിൽ കഴിയുന്ന ജയിലിലാണ് ഈ ഫോൺ കോൾ ലഭിച്ചത്. തുടർന്ന് അവർ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഒരു അഭിഭാഷകയാണ് തന്നോട് സംസാരിച്ചത്. വധശിക്ഷ സംബന്ധിച്ച തീയതി തീരുമാനിച്ചതായി ഈ അഭിഭാഷക തന്നോട് അറിയിച്ചുവെന്നാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ നിമിഷപ്രിയ പറയുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരം, ഈ വധശിക്ഷ സംബന്ധിച്ചുള്ള വിവരം ജയിൽ അധികൃതർക്ക് കൈമാറിയതായും ഈ അഭിഭാഷക തന്നോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. വലിയൊരു ആശങ്ക അവർ ഇക്കാര്യത്തിൽ പറയുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്കറിയില്ല. ഒരുപക്ഷം ഈദിനും റംസാനും ഒക്കെ ശേഷം തന്റെ വധശിക്ഷ ഉണ്ടായേക്കുമോ എന്ന ഒരു ആശങ്ക കൂടി അവർ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റുള്ളവർ തന്നോട് വലിയ ധൈര്യോടുകൂടിയൊക്കെ വിഷമത്തോടു കൂടിയൊക്കെയാണ് പെരുമാറുന്നത്, സംസാരിക്കുന്നത്. എന്താണ് നടക്കുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും അവർ ആ ഓഡിയോ സന്ദേശത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ അവർ ഏറ്റവും പ്രധാനമായും പറയുന്നത്, ഈ വധശിക്ഷ സംബന്ധിച്ചുകൊണ്ടുള്ള തീയതി തീരുമാനിച്ചതായി ഈ അഭിഭാഷകർ തന്നെ